ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി പുതിയ പാഠപുസ്തകം, അതിൽ ആദ്യ യൂണിറ്റായ ജിയെ ജീബറിലെ ചട്പട്ട് ഓർ നട്ട്കട്ട്, അത് നമ്മൾ ഓൾറെഡി ചെയ്ത ചാപ്റ്ററാണ്. നമ്മൾ അതിലെ മലയാളം മീനിങ്സ്, ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലൊരു അനുഭവം എഴുതാനുണ്ടായിരുന്നു. ചട്പട്ട് ഓർ നട്ട്കട്ട് എന്ന രമേശ് ഉപാധ്യായയുടെ കഹാനിയിൽ നമ്മൾ അനുഭവ് ബാണ്ഡെ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ കമൻസ് കണ്ടു, അനുഭവം വേണമെന്ന് പറഞ്ഞിട്ട്. ആ കമൻസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അനുഭവ് ബാണ്ഡെ നമ്മളിവിടെ 2 അനുഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ അനുഭവവും ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള 2 അനുഭവം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ച് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. നിങ്ങളുടെ കുറച്ച് വലിയ അനുഭവമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ അങ്ങനെ 2 എണ്ണം നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഹിന്ദിയുടെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കമൻറ്റ് ഓപ്ഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അനുഭവ് बांटे, चटपट और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई अनुभव बांटे. അപ്പം ചട്പട്ടും നട്ട്കട്ടും എന്താണ്, പരസ്പരം അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരാൾക്ക് തോണി ഉണ്ടാക്കാൻ അറിയാം, അത് അവന് പറഞ്ഞു കൊടുക്കും. ഒരാൾക്ക് നീന്താൻ അറിയാം, അത് ഇവന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ പ്രോമിസ് ചെയ്യാണ്, പഠിപ്പിക്കാം 2 പേരും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു അനുഭവം നോക്കാം. एक बार मैंने अपने मित्र को मिट्टी की गिलोने बनाना सिखाया था. എന്താണ്, മണ്ണും കൊണ്ട് കളിപ്പാട്ടം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ബദലേ में उसने मुझे कागज से रंग बिरंगी लालटेन बनाना सिखाया. പകരം എന്താ ചെയ്തത്, പേപ്പറും കൊണ്ട് പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ അവനും എന്നെ പഠിപ്പിച്ചു. हमने एक दूसरे की मदद की और साथ मिलकर बहुत मजा किया. इस तरह हमने नई चीजें सीखी और हमारी दोस्ती भी गहरी हुई. ഇത് ഒന്നാമത്തെ അനുഭവമാണ്. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ഇത് എഴുതിയാൽ മതി കേട്ടോ. ഇത് ആദ്യത്തെ അനുഭവമാണ്. സോ ഇതൊരെണ്ണം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്തി ആയിട്ട് വേണം, കുറച്ച് വലിയൊരു അനുഭവം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതാണ് രണ്ടാമത്തെ. 2 വേറെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് എഴുതരുത്. ഇത് 2 വേറെയാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. चटपट और नटखट की तरह मेरा भी अपने मित्र के साथ कुछ नया सीखने का एक बहुत ही सुंदर अनुभव रहा है. എനിക്കും അതുപോലൊരു അനുഭവം ഉണ്ട്. जब मैं छोटा था मेरे एक मित्र को शतरंज चेस खेलना बहुत अच्छे से आता था, जबकि मैं चित्रकारी में कुशल था. हमने तय किया कि हम एक दूसरे को ये दोनों चीजें सिखाएंगे. അപ്പോൾ ഒരു ഫ്രണ്ടിന് എന്തറിയാമായിരുന്നു, ഒരാൾക്ക് ചെസ് കളിക്കാനും ഒരാൾക്ക് ചിത്രം വരയ്ക്കാനും അറിയാം. അത് പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് പ്രോമിസ് ചെയ്യുന്നത്. हर रविवार हम साथ बैठते थे. पहले 1 घंटा वह मुझे शतरंज की बारीकियां और चालें समझाता था. शुरुआत में मुझे ये कठिन लगा, लेकिन उसने बहुत धैर्य के साथ मुझे सिखाया. इसके बदले में मैं उसे रंगों के मेल और पेंसिल स्केचिंग को तकनीक सिखाता था. इस अनुभव से मुझे ये समझ आया कि जब हम अपनी कला या ज्ञान दूसरों को साथ साझा करते हैं तो वह न केवल बढ़ता है बल्कि हमारे आपसी संबंध भी मजबूत होते हैं. चटपट और नटखट की तरह एक दूसरे की मदद करना और साथ मिलकर आगे बढ़ना ही सच्ची मित्रता की पहचान है. इससे हमें न केवल नया हुनर मिला बल्कि साथ बिताया वह समय आज भी एक सुगत याद है. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്, ഞാൻ മീനിങ് കൂടി പറഞ്ഞു തരാം. ആദ്യമൊക്കെ ചെസ് എല്ലാ രവിവാറും ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആദ്യത്തെ 1 മണിക്കൂർ ഞങ്ങൾ ചെസ് കളിച്ച് പഠിക്കും. ആദ്യമൊക്കെ ചെസ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി. പിന്നീട് കൂടുതലായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് ഓക്കെ ആയി. അതിന് പകരം അവൻ എന്ത് ചെയ്തു, എനിക്ക് കളർ അടിക്കാൻ, അല്ലെ എങ്ങനെയാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്യുക എന്നുള്ളതെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, നമുക്കൊരു കല അറിയാം അല്ലെങ്കിൽ നമുക്കൊരു നോളേജ് അറിയാം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടി എന്താണ്
കുറച്ചുകൂടി നമ്മളെ അതിൽ നമ്മൾ കുറച്ച് ടാലൻറ്റഡ് ആയിട്ട് മാറും കൂടെ ചെയ്യും. അപ്പോൾ അന്നത്തെ ആ ഓർമ്മകൾ ഇന്നും എനിക്ക് നല്ലൊരു മെമ്മറിയാണ്. ഇതാണ് ഈ ഒരു അനുഭവം കേട്ടോ. അപ്പോൾ 2 അനുഭവം ഞാനിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, 2ഉം കൂടി എഴുതരുത്, 2 എണ്ണമാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, 2 എണ്ണമാണ്. 2ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അത് മാത്രം നിങ്ങൾ എഴുതുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.